ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഫാൻസി ഐറ്റംസ്, വാച്ച്, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മേലേക്ക് പോയപ്പോഴാണ് വാങ്ങിയത്. അപ്പോൾ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. വരൂ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പിൽ നിന്ന് തുടങ്ങാം. ഇത് നമ്മൾ ചെറിയൊരു ക്ലിപ്പാണ്. ഇത് കുറച്ച് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്, റെഡ്, പിങ്ക്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിതാണ് കൂടുതലും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് നമുക്ക് സെക്കൻഡ് വൺ ഈ ഒരു ബാങ്കിളാണ്. ഈ ഒരു ബാങ്കിൾ ഗോൾഡ് കളറാണ്, അതിൻ്റെ കൂടെ പിങ്ക് സ്റ്റോൺസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഈ വളരെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ വളരെ താഴെ ജുംക്കയുണ്ട്. അപ്പം അതാണ് പ്രത്യേകത. അതിൻ്റെ ഈ വള കൂടുതൽ ആൾക്കാർ ഇടുന്നത് നവരാത്രി ടൈമാണ്. ഇങ്ങനെ ഫങ്ഷൻസ് അവിടെ വരുമ്പം നവരാത്രിയൊക്കെ ഇടുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പോകുമ്പം ഇങ്ങനെ കല്യാണത്തിനോ അങ്ങനെ എങ്ങനെ പോകുമ്പം ഇതിടാം. കുറച്ച് ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ജുംക്കയാണ്. നമ്മൾ തേർഡ് വൺ ഈ ഒരു പിങ്ക് ബാങ്കിളാണ്. പിങ്ക് ബാങ്കിളിൽ ഒരു ബ്ലൂ സ്റ്റോൺസ്, അങ്ങനെ മൾട്ടി കളർ സ്റ്റോൺസ് ആണ് ഇതിനുള്ളത്. ഇത് നമ്മൾ ബ്ലൂ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മളെ പിങ്ക് കുർത്തി അല്ലെങ്കിൽ സാരി അങ്ങനെ വെയർ ചെയ്യുമ്പോൾ കുറച്ചിത് ഹൈലൈറ്റ് ആകും, കാരണം ഇതിൻ്റെ അകത്തൊക്കെ പിങ്കാണ്. ഇനി നമ്മളതൊരു സ്ട്രോബെറി ഹെയർ ബണ്ണാണ്. എനിക്ക് സ്ട്രോബെറി കഴിക്കുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടുമാണ് സ്ട്രോബെറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങാമെന്നായിട്ട് അത് വാങ്ങി. ഇത് എല്ലാ റേറ്റൊന്നും എനിക്കറിയില്ല. എനിക്ക് റേറ്റ് അറിയാമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നമുക്ക് ക്ലിപ്പാണ്. ഇതിന് കുറച്ച് ഒരു പ്രത്യേകത ഉണ്ട്, കാരണം ഇതൊരു സർക്കിൾ ടൈപ്പ് ഒരു ക്ലിപ്പാണ്. ഇതിൻ്റെ നടുക്ക് കുറച്ച് വർക്കൊന്നുമില്ല, ബട്ട് സൈഡിലൊക്കെ നല്ല വർക്കുണ്ട്. സ്റ്റോണാണ്, അങ്ങനെ നല്ല തിളങ്ങുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഒരു ഓവൻ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ സിക്സ്ത് ആയിട്ട് പറഞ്ഞ ഒരു ക്ലിപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു റോസാപ്പൂവുണ്ട്. അപ്പോൾ നമ്മൾ തലയിലൊക്കെ വയ്ക്കുമ്പോൾ ഈ റോസാപ്പൂ വയ്ക്കുമ്പോൾ നല്ല ഒരു ഇതിരിക്കും. അപ്പോൾ അതിനാണ് ഇത് വെച്ചിട്ടുള്ളത്. സെവൻത്ത് വന്നൊരു ക്ലിപ്പാണ്. ഇതൊരു ഫ്ലവർ ടൈപ്പാണ്, 4 ഫ്ലവർ വെച്ചാണ്. നടുക്കൊരു ഒരു വൈറ്റ് കളർ സ്റ്റോണാണ്. അത് വളരെ ചന്തോട് കാണാൻ. ഇപ്പോൾ ഇതൊരു വേറൊരു ടൈപ്പ് ക്ലിപ്പാണ്. ഇതൊരു സിൽവറിഷ് കളറിലാണ്, വൈറ്റ് കളറാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ നോക്കുക, നമ്മൾ തല ഇങ്ങനെ ആട്ടണമെങ്കിൽ ഈ മുത്തിൻ്റെ സൗണ്ട് വരും. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ക്ലിപ്പാണ്. എല്ലാം ഒരു ടൈപ്പ് ക്ലിപ്പാണ്. അപ്പോൾ ഈ ടൈപ്പ് മൾട്ടി കളേഴ്സാണ് ഈ ക്ലിപ്പിലിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ്. അപ്പോൾ അതൊരു മൾട്ടി കളറാണ്. അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്ത നമ്മളെ ക്ലിപ്പ് പറഞ്ഞാൽ ഒരു ബ്ലൂ പർപ്പിൾ ആ ഒരു ടൈപ്പാണ്. നടുക്കൊരു ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ ടൈപ്പാണ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ ഇതിലൊക്കെ നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ഈ ഒരു മാലയാണ്. ഈ ഒരു മാല ഒരു മൾട്ടി കളർ മാലയാണ്. അപ്പോൾ ഈ മാല കുറച്ച് മൾട്ടി കളറാണ്, എല്ലാ കളറും ഒന്നിച്ചിരിക്കുന്ന കളറാണ്, ഒരു മാലയാണ്. ഈ മാല നമുക്ക് ഏത് ഡ്രസ്സിലൂടെയും വെയർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു കളറാണ്. നമുക്ക് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഡ്രസ്സിലൂടെ ഇടാം, റെഡ് ആണെങ്കിൽ റെഡ് ഡ്രസ്സിലിടാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് മാലയാണ്. അടുത്ത് നമ്മളൊരു മാലയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാല എന്ന് പറഞ്ഞിട്ട് നല്ല ഫിനിഷ് ഉണ്ട് ഈ മാലയ്ക്ക്. ഇത് നമ്മൾ നെക്ലേസ് ആയിട്ട് നമ്മൾ വെയർ ചെയ്യാം. ഇതൊരു ആൻറ്റിക് ഫിനിഷിലാണ് ഈ ഒരു മാല കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് 2 സെറ്റാണ്. ഇതിന് 2 സെറ്റുണ്ട്. ഒന്ന് നെക്ലേസും ഒന്ന് മാലയാണ്.
മാല ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. ഈ വീഡിയോയിൽ നമുക്ക് നെക്ലേസ് കാണാം. അടുത്ത് നമ്മൾ സ്റ്റഡും കൂടെ ഇതിൻ്റെ അവിടെ വരുന്നുണ്ട്. സെയിം ആണ് പാറ്റേൺസ് എല്ലാത്തിൻ്റെയും, കളറും എല്ലാത്തിനും ഒന്നാണ്. പക്ഷേ നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇതിൻ്റെ. അപ്പം നല്ലൊരു ഫിനിഷ് വർക്കുള്ളതാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ബാങ്കിളാണ്. അപ്പോൾ ഈ ഒരു ബാങ്കിളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ബാങ്കിളിനെ കാണുമ്പോൾ ഒരു ഗ്ലാസ് ഫിനിഷിങ് പോലെ ഞാൻ കാണാൻ. ഇതൊക്കെ കണ്ടോ, അതുകൂടെ തന്നെ ഇതൊരു സിൽവർ ഫിനിഷിങ് കൂടെ ഉണ്ട്. ഇതിൻ്റെ നല്ല ഭംഗിയാണ് കാരണം ഇതും കുറച്ച് മൾട്ടി കളേഴ്സാണ്. നമുക്ക് പിങ്ക് അല്ലെങ്കിൽ ഗ്രീനിൻ്റെ കൂടെ ഡ്രസ്സിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്കിളാണിത്. എന്നിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ ആണ്. ഇത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് അങ്ങനത്തെ എല്ലാം വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തേക്കുന്നത്. അടുത്ത് നമ്മൾ വരുന്നത് ഒരു ബിഗ് മാലയാണ്. അതൊരു കുറച്ച് ലെന്തി ഉള്ളൊരു മാലയാണ്. സോ ഒരു പിങ്ക് കളറാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ വളയും ഈ മാലയും നിങ്ങൾക്ക് പിങ്ക് കുർത്തി അല്ലെങ്കിൽ തന്നെ സാരി ഇതിലൊക്കെ വെയർ ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും, കാരണം മാച്ചിന് മാച്ചാണ് രണ്ട്. അപ്പോൾ ഇതിലൊരു ഗോൾഡൻ കളർ മിക്സ്, അടുത്ത് പിങ്ക് ആണ്. ഇതിൽ കൂടുതൽ പിങ്ക് കളറാണ് ഉള്ളത്, പിന്നെ ഗോൾഡൻ അതിൻ്റെ ഒരു കൂടുതലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാച്ചാണ്. ഇതിന് രണ്ടും കണ്ടത്, ഇതിലും ഗോൾഡൻ ഉണ്ട് ഇതിലും ഗോൾഡൻ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ അഥവാ വെയർ ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. സോ ഇത് കുറച്ച് വലിയ മാലയാണ്, സോ കുറച്ച് ലെന്തിയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം എന്താണ്. അടുത്ത് ഇത് ലാസ്റ്റ് എല്ലാം വെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മിക്സ് ആവില്ലേ, അതാണ് മേക്കപ്പ്. മേക്കപ്പ് ചെയ്താണെങ്കിൽ പോകാൻ പറ്റുമോ? പിന്നെ എൻ്റെ ഒരു ചെറിയ മേക്കപ്പ് കിറ്റാണ്. എൻ്റെ 2-3 ഉണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മേക്കപ്പ് കിറ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ വരുന്നത് ഈ ഒരു ഐ ഷാഡോയിലാണ്. അപ്പോൾ ഐ ഷാഡോ എല്ലാ കളർ ടൈപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ബ്ലാക്ക്, വൈറ്റ് എല്ലാം ഉണ്ട്. പിന്നെ 2 ടൈപ്പ് ബ്ലഷ് ഉണ്ട്. ഇത് കുറച്ച് ഗ്ലിറ്റർ ആയിരിക്കുന്ന ഒരു ബ്ലഷാണ്, കോമ്പാക്റ്റാണ്. ഇതൊരു കോമ്പാക്റ്റാണ്. ഇത് നോർമൽ കോമ്പാക്റ്റാണ്, പക്ഷേ ഇതിൽ ഗ്ലിറ്റർ ഉണ്ട്. അടുത്ത് നമ്മൾ ഇതിൽ കുറച്ച് ലിപ്സ്റ്റിക്സ് അങ്ങനെയാണ്. പക്ഷേ ഇതിന് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ലിപ്സ്റ്റിക് ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഇത് ആവശ്യമില്ല, ഞാൻ ബ്രഷ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഐ ഷാഡോ ഇടേണ്ട ബ്രഷാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ മേക്കപ്പ് കിറ്റ് അല്ലെങ്കിൽ ജ്വല്ലറി ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പം അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വാച്ചാണ്. ഇത് എൻ്റെ വാച്ചാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാച്ചാണിത്. അപ്പോൾ ഈ വാച്ച് ഇങ്ങനെ വന്നിരുന്നത്. അപ്പോൾ ഈ വാച്ച് ഒരു ഫ്ലവർ ടൈപ്പാണ്. ഞാൻ എക്സാം ടൈമിലൊക്കെ പോകുമ്പോൾ ഈ വാച്ച് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മളെ സ്കൂളിൽ ഇങ്ങനെ സ്മാർട്ട് വാച്ച് അതൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഇതൊരു സിമ്പിൾ ടൈപ്പ് വാച്ചാണ്. നമുക്ക് എവിടെ പോയാലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണ്. നല്ലൊരു ടൈപ്പ് വാച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നൊരു വാച്ചാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഫാൻസി ഐറ്റംസൊക്കെ. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ കുറേ ഫാൻസി ഐറ്റം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അഥവാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരെയും ബൈ ബൈ.